സഹായം എന്നാണല്ലോ. കോങ്ങാടും മലമ്പുഴയിലും കോൺഗ്രസ് BJP ഡീലുണ്ടെന്നാണ് CPM നേതാവ് AK ബാലൻ പറയുന്നത്. കോങ്ങാട് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കാനും മലമ്പുഴയിൽ പ്രത്യുപകാരം ചെയ്യാനുമാണ് ഡീലെന്ന് AK ബാലൻ ആരോപിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ BJP കോൺഗ്രസ് ഡീലുണ്ടെന്ന് പറയില്ല എന്നും AK ബാലൻ പറഞ്ഞു. കോങ്ങാട് ഡീലുണ്ട്, മലമ്പുഴയിൽ ഡീലുണ്ട്, പ്രകടമാണ്. മലമ്പുഴയിൽ അവർക്ക് നിർത്താൻ എത്രയോ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. എന്നിട്ട് പറ്റാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുപോയി നിർത്തിയത് കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് കൊടുക്കാനാണ്. എന്നിട്ട് പറയാണ് ഡീല് ഞങ്ങളുമായിട്ടാണ്. അല്ല, ഇവിടെ ഇപ്പോൾ അവർ യോജിപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ അടുക്ക് ഇപ്പം അതിനുള്ള തെളിവില്ല. ഇത് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ BJPയെ ജയിപ്പിക്കാൻ കോൺഗ്രസും ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് ഞാൻ പറയില്ല. അതിനുള്ള തെളിവില്ല. പക്ഷേ മറ്റ് രണ്ട് സ്ഥലങ്ങളിലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഈ ഉദ്ദേശത്തിലാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. ഇക്ബാൽ, ശരിയാണ്, മലമ്പുഴയിൽ രണ്ടാം സ്ഥാനത്ത് BJP ഉണ്ട്. പക്ഷെ അപ്പോഴും 10-25,000 വോട്ടിന്റെ വ്യത്യാസമുണ്ടെന്നേ. എന്ത് ഡീല് കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റും? മാധു, അതായത് പാലക്കാട് ഇപ്പോൾ ഈ CPM-നും BJP-യും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ഒരു ഡീലാരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. അതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറയുന്നതിനിടയിലാണ് AK ബാലൻ ഇത്തരത്തിലൊരു ഡീലാരോപണം അത് മലമ്പുഴയിലും അതുപോലെ തന്നെ കോങ്ങാടും ഉന്നയിക്കുന്നത്. അവിടെ വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മലമ്പുഴയിൽ BJP-യും CPM-ഉം ഉള്ളത്. പക്ഷേ അവിടെ BJP വിജയിപ്പിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി കോൺഗ്രസ് ഒരു ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയായാണ് സുരേഷിനെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ AK ബാലൻ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കോൺഗ്രസ് മലമ്പുഴയിൽ ഇത്തരത്തിലൊരു സഹായം BJPക്ക് ചെയ്തു നൽകുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തൊട്ടപ്പുറത്ത് കോങ്ങാട് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KA തുളസിക്ക് BJP പകരം സഹായം ചെയ്തു നൽകുന്നു. അത്തരത്തിലൊരു ഡീലുണ്ട് കോങ്ങാടും മലമ്പുഴയിലും എന്നുള്ളതാണ് ഇപ്പോൾ AK ബാലൻ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം. ഏതായാലും പാലക്കാട് അത്തരത്തിൽ കോൺഗ്രസ് BJP ഒരു ഡീലുണ്ട് എന്ന് തനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മലമ്പുഴയിലും കോങ്ങാടും അത്തരത്തിലൊരു ഡീല് കോൺഗ്രസും BJPയും തമ്മിലുണ്ട്. അതിന്റെ തെളിവ് തന്റെ വക്കിൽ ഉണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ AK ബാലൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എങ്ങനെ ഈ വോട്ട് മറിച്ചാലും വിജയിക്കാൻ സാധിക്കും BJPക്ക് മലമ്പുഴയിൽ എന്നുള്ളത് ഒരിക്കലും സാധൂകരിക്കാൻ കഴിയുന്നില്ല. കാരണം വലിയ വ്യത്യാസത്തിലാണ് അവിടെ CPM കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി വിജയിച്ചു പോകുന്നത്. അവിടെ കോൺഗ്രസ് കഴിഞ്ഞ തവണകളിലെല്ലാം 3-ാം സ്ഥാനത്താണുള്ളത്. ഇത്തവണ വലിയൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് VS-ന്റെ വിശ്വസനും അതുപോലെ തന്നെ പേഴ്സണൽ അസിസ്റ്റന്റുമായിരുന്ന A സുരേഷിനെ അവിടെ കോൺഗ്രസ് എത്തിക്കുകയും കൈപ്പത്തി ചിഹ്നം തന്നെ നൽകി മത്സരിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ അങ്ങനെ A സുരേഷിനെ എത്തിക്കുന്നത് ഒരു ദുർബല സ്ഥാനാർത്ഥിയായാണ്, അത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഇപ്പോൾ AK ബാലൻ ഉന്നയിക്കുകയും ചെയ്തു. കൃഷ്ണകുമാറാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അവിടെ മത്സരിച്ചത്. 2-ാം സ്ഥാനത്താണ് അദ്ദേഹം ഫിനിഷ് ചെയ്തത്, ശരിയാണ്. പക്ഷെ അപ്പോഴും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 27,000-ഉം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് A പ്രഭാകരൻ ഉണ്ടായത് എന്നുള്ളത് പ്രധാനമാണ്. ഒരു ഡീൽ കൊണ്ട് മട്ടിമറിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് എന്നത് CPM-ന് തന്നെ വിശ്വാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ കോങ്ങാടിന് പകരം മലമ്പുഴയിൽ അങ്ങനെ ഒരു ഡീൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് AK ബാലന്റെ ആരോപണം.